KT കുഞ്ഞിക്കണ്ണൻ ഇവിടെ ഒന്നാമത്തെ വിഷയം ഇത് ടി വീണ എന്ന IT സംരംഭകയും CMRL എന്ന കമ്പനിയും തമ്മിലുള്ള പണമിടപാട് സംബന്ധിച്ച കേസാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ഒരു സ്വകാര്യ വ്യക്തിയും ഒരു കമ്പനിയും തമ്മിൽ നടത്തിയ പണമിടപാടിന്റെ വിഷയത്തിൽ എന്തിനാണ് ഈ നാടാകെ ഇളകി വന്ന് പ്രതിരോധിക്കണമെന്ന് CPM പറയുന്നത്? ഒരു സ്വകാര്യ വ്യക്തിയും ഒരു കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടിൻ്റെ പേരിൽ അവരുടെ പിതാവ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും ദേശീയ തലത്തിൽ CPM-ന്റെ നേതാവുമാണ്. പിണറായി വിജയനുമായി വിദൂര ബന്ധമുള്ള വീടുകൾ പോലും റെയ്ഡ് നടത്തുകയാണ്. ഒരു നാടകം പോലെ റെയ്ഡ് നടത്തുകയാണ്. ആ നാടകം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം. കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടെ കൃത്യമായ ഒരു രാഷ്ട്രീയ നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുക എന്ന ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നാണ് ED ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ EDയെ ഉപയോഗിച്ച് അങ്ങ് തകർത്ത് കളയാമെന്ന് BJP ചിന്തിക്കുന്നുണ്ടെങ്കിൽ, RSS ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ അതിശക്തമായി പ്രതിരോധിക്കും. ED വ്യക്തമാക്കുന്നത് ഇത് ടി വീണയുടെയും എക്സാലോജി കമ്പനിയുടെയും സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച അന്വേഷണമാണെന്നാണ്. പിണറായി വിജയനിലേക്ക് എത്തിയില്ലല്ലോ. അല്ല, ഇങ്ങനെ ഒരു ആരോപണം വീണക്കെതിരായിട്ട് നിങ്ങൾ ഉന്നയിക്കുമ്പോൾ വീണയാണോ ഇവിടുത്തെ മാധ്യമങ്ങളുടെയും RSSന്റെയും ലക്ഷ്യം? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. വീണയാണോ ഈ EDയുടെ ലക്ഷ്യം? ED എന്ന് പറയുന്നത് RSSന്റെ ഒരു പരിവാർ സംഘടനയായി മാറിയിരിക്കുക ഇന്ത്യയിൽ. EDയെ ഇറക്കി വിട്ട് രാഷ്ട്രീയ നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ ഇല്ലാതാക്കുക എന്ന ഒരു അജണ്ട BJP സർക്കാരിനുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയും. നിയമപരമായി വീണ കുറ്റക്കാരിയാണ്. ഒരു കമ്പനിയുമായി അവരുണ്ടാക്കിയ കരാർ, അതിനുള്ള സേവനങ്ങൾ അവർ കൊടുത്തിട്ടില്ലെന്ന ആരോപണം ആ കമ്പനിക്കുണ്ടോ? ഇപ്പോ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വീണയെ കേട്ടില്ല എന്നായിരുന്നു അന്നത്തെ വാദം. വീണയെ കേട്ട ശേഷമാണ് SFIയുടെ റിപ്പോർട്ട്. 2,70,00,000 രൂപ സേവനത്തിനുള്ള പ്രതിഫലമായി അല്ലാതെ അവർ കൈപ്പറ്റി എന്നുള്ളതാണ് SFIയുടെയും കണ്ടെത്തൽ. നീ കുറെ നേടുന്നുണ്ടല്ലേ? അത് വേറൊരു വിഷയമാണ്. ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിയും അദ്ദേഹത്തിന്റെ മകളും മറ്റൊരു കമ്പനിയുമായി ഏർപ്പെട്ട സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. നമുക്ക് ഒരുമിച്ചങ്ങിറങ്ങാം എന്ന് പിണറായി വിജയൻ ഇന്നലെ ഈ സംഘർഷത്തിനിടയിൽ മാധ്യമങ്ങളുടെ മൈക്കിലൂടെ പറയുന്നത് കേട്ടു. എന്തിനാണ് ഒന്നിച്ചിറങ്ങുന്നത്? വീണ വിജയൻ കൃത്യമായ അവരുടെ IT കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട ഒരു കരാറാണ്, ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ അവർ 1,72,00,000 ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണത്? അത് ബാങ്ക് വഴിയാണ് വാങ്ങിച്ചത്. അതിനുള്ള GST അടച്ചിട്ടുണ്ട്. നിയമപരമായ എല്ലാ നികുതി ബാധ്യതകളും തീർത്ത പണമാണ്. സത്യസന്ധനായ കള്ളൻ. ആ പണം എങ്ങനെയാണ് അഭിലാഷയെ കള്ളപ്പണമാകുന്നത്? അതെങ്ങനെയാണ് തട്ടിപ്പാകുന്നത്? അതെങ്ങനെയാണ് ഫ്രോഡാവുന്നത്? അപ്പൊ നിങ്ങൾ ഫ്രോഡാണെന്ന് ആരോപിക്കുകയാണ്. ഈ കമ്പനി വീണ വിജയനിൽ നിന്ന് SFIO പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞതല്ല, എതിർ രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞതല്ല, മാധ്യമങ്ങൾ പറഞ്ഞതല്ല, 2 പ്രധാനപ്പെട്ട ഏജൻസികൾ പറഞ്ഞതാണ്. ആ ഏജൻസിയെ നിർണയിക്കുന്ന, ആ ഏജൻസിയെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിലുണ്ടാവും. അത് കോടതിയിൽ പോയി വീണ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് കോടതി പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പോ ഇവിടുത്തെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ വീണ ഫ്രോഡാണ് എന്ന് പറഞ്ഞ് അവർക്കെതിരായിട്ട് അങ്ങനെ SFIO അന്വേഷണം അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാണ്. അതുകൊണ്ട് പിണറായി വിജയനെയും കുടുംബത്തെയും വേട്ടയാടുന്നതിനെ ഞങ്ങൾ നോക്കി നടപ്പുള്ള കാര്യമല്ല. കളിക്കരുത്, 500 മക്കളോട് കളിക്കരുത്. ഞങ്ങൾ നടപ്പുള്ള കാര്യമല്ല എന്ന് പറയുന്നത് ഒരു അന്വേഷണ ഏജൻസി അല്ല. ആ വിധിയിലെ വാചകങ്ങളാണത്. അഭിലാഷേ, അതൊരു അന്വേഷണ ഏജൻസി അല്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതെ എക്സാലോജിക്കുമായിട്ടുള്ള എന്ത് സെറ്റിൽമെന്റ് ആയാലും അത് നിയമപരമായി ബാങ്ക് വഴി നടന്നിട്ടുള്ള മണി ട്രാൻസാക്ഷൻ. അതിന് വീണയുടെ കമ്പനി, വീണ എന്ന വ്യക്തി GST അടച്ചിട്ടുണ്ട്, സർവ്വ നികുതി ബാധ്യതകളും തീർത്തിട്ടുണ്ട്.
ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. നികുതി ബാധ്യതകൾ തീർത്ത ബാങ്കിംഗ് ചാനലിലൂടെ വന്ന പണം എന്തിനുള്ള പണമാണെന്ന ചോദ്യം, എന്ത് ആവശ്യത്തിനുള്ള, എന്ത് പർപ്പസിനുള്ള, എന്ത് പർപ്പസ് നിറവേറ്റിയതിനുള്ള, എന്ത് സേവനം കൈപ്പറ്റിയതിനുള്ള പ്രതിഫലമാണ് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. അത് വിശദീകരിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ ഏത് ചാനൽ വഴി സ്വീകരിച്ചുവെന്നോ നികുതി ബാധ്യത നിറവേറ്റിയെന്നോ ഉള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഏത് സേവനം, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട് ആ ചോദ്യം. എന്താ വെള്ളരിക്കപ്പെടണോ? ഇത് അങ്ങനെ വിടാൻ പറ്റോ? വീണ വിജയന്റെ കമ്പനി, ആ കമ്പനി ഇവരുമായിട്ട് ആനുവൽ മെയിൻ്റനൻസിനുള്ള കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രകാരം എന്താണ് അവർക്ക് പ്രതിഫലമായിട്ട് 1,72,00,000 രൂപ കൊടുത്തിട്ടുണ്ട്. അത് GST അടച്ചിട്ടുണ്ട്, സർവ്വ നികുതി ബാധകളും തീർത്തിട്ടുണ്ട്. കേട്ട് ഞാൻ മടുത്തു. അത് നിയമപരമായ പണമാണ്. അതെങ്ങനെയാണ് കള്ളപ്പണമാകുന്നത്? അതെങ്ങനെയാണ് കള്ളപ്പണമല്ലാത്ത ഒരു പണം കൈപ്പറ്റിയതിന് എങ്ങനെയാണ് ഈ ഫ്രോഡ്? അത് ഫ്രോഡാണെന്ന് പറഞ്ഞുകൊണ്ട് SFIO അന്വേഷിക്കുക. എന്റെ പൊന്നണി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചേക്കും? 2023 മുതൽ ആവർത്തിക്കപ്പെടുന്ന വാചകങ്ങളാണിവ. 2023 മുതൽ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളുമാണിവ. അവിടെ ഒന്നും ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഈ വിഷയത്തിന്റെ ഒരു പരിമിതി. നമ്മുടെ മുമ്പിൽ കരാറുണ്ട്. എന്നാൽ ഒരു കരാറുമില്ലാതെ കേരളത്തിലെ സമുന്നതരായ നേതാക്കളുടെ ചുരുക്കപ്പേര് ഈ കർത്തയുടെ ഡയറിയിലുണ്ട്. ഉമ്മൻചാണ്ടി ഇല്ലേ? രമേശ് ചെന്നിത്തല ഇല്ലേ? കുഞ്ഞാലിക്കുട്ടിയില്ലേ? ആ പേരുകളിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല കേട്ടോ, CPM-ന്റെയും സമുന്നതരായ നേതാക്കളുണ്ട്. മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ചെറുപ്പത്തിൽ ജെയിൻ ഹവാല ഡയറിയിൽ പേരില്ലാത്ത ഒരേ ഒരു പാർട്ടി CPM എന്നൊക്കെ പറഞ്ഞ് ഈ ഹവാല ഡയറിയിൽ പേരുള്ള ആളുകളുടെയൊക്കെ ഇവൻ LK അദ്വാനിയുടെ അടക്കം പേരൊക്കെ എഴുതി വെച്ചിട്ട് വലിയ ഫ്ലക്സ്, അത് ഫ്ലക്സില്ല, ഈ മറ്റേ തരത്തിൽ എഴുതുന്ന ബോർഡാണ്. ഇതാ ഇപ്പോ 40 കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ബോർഡ് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങളുടെ നേതാക്കളുടെ പേരുണ്ട്. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവം. PV-യുടെ മാത്രമല്ല മറ്റു നേതാക്കളുടെ. ഏത് ആരുടെ പേര്? PV-യോ? ഏത് ആരാ PV? CPM-ന്റെ നേതാക്കളുടെ പേരും CPM-ന്റെ പിണറായി വിജയൻ എന്ന് തന്നെ ഉണ്ട്. അഭിലാഷ് ഇത്തരം ഒരു ചർച്ചയില് ഇത്തരം ഒരു ചർച്ചയില് അനാവശ്യമായ നെറേഷനുകൾ ഉണ്ടാക്കാൻ നോക്കണ്ട. നമുക്ക് PV എന്നല്ല, പിണറായി വിജയൻ എന്ന് തന്നെ മുഴുവനായിട്ടുണ്ടെന്നേ. അല്ല, ഇവിടെ പിണറായി വിജയന്റെ മകളായ വീണയെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ED നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയമാണ്. കേരളത്തിലെ CPM-നെയും കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സീനിയറായ CPM നേതാവിനെയും തകർക്കാനുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ട്. അതില് ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. P. പത്മനാഭൻ എന്തായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം? അല്ല, ഒരു അന്വേഷണ ഏജൻസി എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്ന് ആ അന്വേഷണ ഏജൻസി ആണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് പോലും നിർദ്ദേശം കൊടുക്കാൻ അധികാരമില്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവരെ രാഷ്ട്രീയമായി തകർക്കാൻ നോക്കുക. എൻ്റെ കുഞ്ഞിക്കണ്ണേട്ടാ, നിങ്ങൾ എവിടെ ഉള്ളത്? നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്? ഞങ്ങൾ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയാലോ. ഒരു ബുദ്ധിമുട്ടും നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്കില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതാണ് ഇന്ത്യയിലെ നിങ്ങളുടെ അവസ്ഥ. നിങ്ങളിപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഘടക കക്ഷി, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ മത്സരം കോൺഗ്രസുമായിട്ടാണ്. ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുടെ മത്സരം കോൺഗ്രസുമായിട്ടാണ്. പരസ്യമായി ഞങ്ങളത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കുഞ്ഞിക്കണ്ണൻ വാദിക്കുന്ന ഈ 2 വാദങ്ങൾ, ഇതൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സേവനത്തിന്റെ കൂലിയാണ് എന്ന വാദവും, അതിന് ടാക്സ് അടച്ചിട്ടുണ്ട്, GST അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കലല്ല എന്ന വാദവും കോടതി കേട്ടതല്ലേ, കേട്ട് തള്ളിക്കളഞ്ഞതല്ലേ. അതുകൊണ്ടല്ലേ EDക്ക് അന്വേഷിക്കാൻ അനുവാദം കൊടുത്തത്. എന്താ ഉറക്കം വരുന്നു. ഇനി നിങ്ങളുടെ മുമ്പിൽ എന്താ ഒരു മാർഗം? നിങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. അല്ലാണ്ട് ED ഉദ്യോഗസ്ഥന്മാരെ നെഞ്ഞത്തേക്ക് കല്ലെടുത്തെറിയലല്ല, അവരെ തടയലല്ല, ചീമുട്ട എറിയലല്ല, ഇഷ്ടിക എടുത്തിട്ട് അവരെ വരുന്ന ഏതോ പാവപ്പെട്ട ടാക്സി ഡ്രൈവറെ ടാക്സി അടിച്ചു പൊളിക്കലല്ല, അവരുടെ കണ്ണിന് ആക്രമിക്കലല്ല. എണീറ്റ് വരണ്ടേ. ഇവിടെ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇപ്പോഴും പ്രസക്ത. ബിനീഷ് കൊടിയേരിക്കെതിരെ ഇത്തരം ഒരു കേസ് വന്നപ്പോൾ അന്ന് ഒറ്റയ്ക്ക് നേരിടണമെന്ന് ബിനീഷ് കൊടിയേരിയുടെ പിതാവിനെ കൊണ്ട് പറയിപ്പിച്ച പാർട്ടി ഇന്ന് വീണയുടെ പിതാവിനെ കൊണ്ട് പറയുന്നത് എന്താ? വീണയുടെ പിതാവ് പറയുന്നത് എന്താ? നമ്മൾ ഒരുമിച്ചിറങ്ങാന്ന്. എന്നെ പിന്താങ്ങുന്ന ഈ നിയോജകമണ്ഡലത്തിലെ ആയിരക്കണക്കിന് അനുയായികളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണിത്. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയാക്കാം. ബിനീഷ് ആവുമ്പോ ഒറ്റയ്ക്ക് ഇറങ്ങണം,
എന്നാൽ വീണയാവുമ്പോൾ ഒരുമിച്ചിറങ്ങണം. ഈ ലോജിക്ക്, ഈ യുക്തി അല്ലെങ്കിൽ യുക്തിരാഹിത്യം കേരളം ചർച്ച ചെയ്യില്ല. അഭിലാഷേ, പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് വീണ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, കേന്ദ്ര ഏജൻസി വീണയെ തിരക്കി വരുന്നു എന്ന് പറഞ്ഞാൽ, അതേ ലോജിക്ക്, അതേ യുക്തി കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ ബാധകമല്ലേ? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ബിനീഷ് പോലും എന്റെ കാര്യത്തിലും വീണയുടെ കാര്യത്തിലും ഒരേ സമീപനമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അത് കേരളം കണ്ടതാണ്. ഇത് ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നതിന്റെ പ്രശ്നമാണ് കേരളത്തിനകത്ത് CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു സത്യം മാത്രം. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.